ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിക്കും എല്ലാം കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കറിയാണ്. അതായത് നമ്മുടെ ഒരു കൂസ എന്ന് പറഞ്ഞുള്ള വെജിറ്റബിൾ ഉണ്ടല്ലോ, അതും പൊട്ടറ്റോയും ചേർത്തിട്ട് നല്ല സൂപ്പർ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കൂസയും പൊട്ടറ്റോയും ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാനായിട്ട് ഇതാണ് കൂസയെന്ന് പറയുന്നത്. ഞാനിത് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ചിലർക്ക് അറിയത്തില്ല കൂസ എന്തുവാന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെജിറ്റബിൾ, എല്ലാ വെജിറ്റബിൾ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഒന്ന് ചെത്തി ഇതുപോലൊക്കെ ഒന്ന് ആക്കി വെക്കണം. അപ്പം 3 കൂസയും അതുപോലെ തന്നെ 2 പൊട്ടറ്റോയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതുപോലൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു കറയുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് തന്നെ ഇതെല്ലാം ഒന്ന് മുറുക്കിയിടാം. പൊട്ടറ്റോയും കൂസയും എല്ലാം ഇതുപോലക്ക് ഞാൻ റെഡിയാക്കി മുറുക്കിയെല്ലാം എടുത്ത് റെഡിയാക്കി വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 സവാള വേണം, അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 പച്ചമുളകും കൂടെ എരിവനുസരിച്ചിട്ട് വേണ്ടത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളക് അതുപോലെ തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കൂസയും പൊട്ടറ്റോയുള്ള കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലക്ക് ഒരു പാൻ അടപ്പിലോട്ട് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3/4 സ്പൂണോളം ഇട്ടുന്നുണ്ട്. കടുകും ജീരകവും ഒക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ച ഉണ്ടല്ലോ, അതും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വാടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂണ്. അടുത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എരിവിന് പച്ചമുളക് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് നമ്മുടെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂസയും അതുപോലെ തന്നെ പൊട്ടറ്റോടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഇവിടെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊത്തിരി ചാറുള്ള കറി ആയിരിക്കത്തില്ല,
കുറച്ച് സെമി ഗ്രേവി എന്ന് പറയത്തില്ല, അതുപോലൊക്കെ കാണത്തുള്ളൂ. പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കൂസ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തു. ഞാൻ ചെറിയ തീയിലാണ് ഇട്ട് കൊടുത്തത്. ഒരു ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോളം കിടന്നപ്പോഴാണ് ഇതെല്ലാം നന്നായിട്ട് വെന്തു. ഇതുപോലെ ഞാൻ ഇടയ്ക്കൊന്ന് ഉടച്ചുകൂടെ കൊടുത്തു. അപ്പം അതിനകത്തൊന്നും മാറ്റി വെക്കാനില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പപ്പയുടെ ഒരു സ്പെഷ്യൽ കറിയായിരുന്നു ഇത്. പണ്ട് ഞങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പപ്പ ഉള്ളപ്പോൾ ഇഷ്ടം പോലെ ഇത് ഉണ്ടാക്കുമായിരുന്നു. ചപ്പാത്തിക്ക് അതുപോലെ തന്നെ പൊറോട്ടയ്ക്കൊക്കെ നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ചോറിനും നമുക്ക് അത്യാവശ്യം കഴിക്കാവുന്ന ഒരു രുചിയുള്ള കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.